ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ലോകത്തിൻ്റെ ഒരു കാഴ്ചയാണ്. കുറച്ച് പൈസ കയ്യിലാകുമ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയെയും മറക്കുക. അതായത് നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാകുമ്പോൾ നമുക്ക് നമ്മളെ സ്വന്തം, അതായത് നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മയെയും ഉപ്പയെയും, അതായത് അച്ഛനമ്മമാരെയും നമ്മൾ മറക്കുന്നൊരു സാഹചര്യം. അതിനുശേഷം അവരെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛം. അവർക്കൊരു 50-60 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റാത്ത ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വൃദ്ധസദനത്തിൽ, ഞാൻ നമ്മളെന്ന് എന്നെ ഉദ്ദേശിക്കുന്നതല്ല, കാര്യം പറയുമ്പോൾ പറയുന്നതാണ്, ഓക്കെ. വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇടുന്നു. അതാണ് നിലവിൽ നടക്കുന്നത്, ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ജാസ്മിൻ ജാഫർ നോക്കുക, അവളുടെ കയ്യിൽ പൂത്ത പൈസയുണ്ട്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ജാസ്മിൻ ചെറിയൊരു ആഡ്, അതായത് അവൾ ഫേസ് ക്രീമിൻ്റെ ഒക്കെ ആഡ് ചെയ്യലുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്താൽ ജാസ്മിന് ഇഷ്ടംപോലെ പൈസ കിട്ടും. അപ്പോൾ ജാസ്മിൻ നിലവിൽ ഗബ്ബരിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പുമായി ഒരു ട്രാവലിംഗ് അങ്ങനെയാണുള്ളത്. എന്നാലും സ്വന്തം അവളുടെ ഉമ്മയെയും ഉപ്പയെയും അവൾ മറക്കുന്നില്ല. അതാണ് നമ്മൾ ബിഗ് ബോസിൻ്റെ സമയത്ത് ജാസ്മിൻ ജാഫറിനെതിരെ എത്രയോ നെഗറ്റീവ് വരുമ്പോൾ അവളുടെ സ്വന്തം ഉപ്പയും അവളുടെ സ്വന്തം ഉമ്മയും അവൾക്ക് കട്ട സപ്പോർട്ടാണ്. കാരണം എന്താണ്? അതുപോലത്തെ മകൾ, അവൾ എന്തുമായിക്കൊള്ളട്ടെ, അതുപോലത്തെ മകൾ ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും ഈ ദുനിയാവിൽ ഒരിക്കലും തിരിച്ചു കിട്ടൂല. ഞാൻ ജാസ്മിനെ വെളുപ്പിക്കുന്നതല്ല. ജാസ്മിൻ 5 മാസം മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ആ വീഡിയോ കാണാനുള്ള കാരണം, ഇന്ന് ജാസ്മിൻ ജാഫറിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഞാൻ കണ്ടു. നോക്കുക, ഇതാണ് ആ സ്റ്റോറി. അതായത് സ്വന്തം ഉമ്മയുടെ ഒരു ഫോട്ടോയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കല്യാണം കഴിഞ്ഞ ഒരു ഫോട്ടോ ജാസ്മിൻ സൂക്ഷിച്ചു വെച്ചു, അതിനെ സ്റ്റോറി ഇടുകയാണ്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എത്ര പൈസയുള്ള, അതായത് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഇത്ര വലിയ വലിയ സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം ഉമ്മയും ഉപ്പയെയും, അതായത് സ്വന്തം അച്ഛനമ്മമാരെ ഏജ് ആകുമ്പോൾ വൃദ്ധസദനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ജാസ്മിൻ എന്ത് ചെയ്യുന്നു? സ്വന്തം ഉമ്മക്കും ഉപ്പക്കും സർപ്രൈസ് കൊടുക്കുകയാണ്. ഞാൻ 5 മാസം മുമ്പ് ജാസ്മിൻ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ചെറിയൊരു കട്ട് ഇവിടെ വെച്ച് തരാം. നോക്കുക, ഏതൊരു ഉമ്മയും ഉപ്പയും ഏതൊരു അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ജാസ്മിൻ ജാഫർ ചെയ്തത്. ഏതായാലും നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇനി അടുത്ത സർപ്രൈസ് ഉറക്ക് അതൊക്കെ ലാസ്റ്റ് ആയിരുന്നു. സർപ്രൈസ് ആയി പോയിരുന്നു. ഇത്ര നേരം നീ അനങ്ങാതെ നിന്നിട്ട് പിന്നെ ഇതിന് കൊട്ടി ചോദിച്ചിരിക്കുന്നു, കൊട്ടി പോണാ പറഞ്ഞേ. ആ പിന്നെ അല്ലാതെ നിങ്ങളുടെ ഡ്രസ്സൊക്കെ മാറണ്ടേ? നോക്കുക, ഇത് 5 മാസം മുമ്പ് ജാസ്മിൻ്റെ പാരൻസിൻ്റെ ആനിവേഴ്സറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ കൊടുത്തൊരു സർപ്രൈസാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്. നിലവിലെ, അതായത് വലിയ വലിയ സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നാലാളിലേക്ക് അറിയുമ്പോൾ, കുറച്ച് പൈസ ഉണ്ടാകുമ്പോൾ അവരുടെ അച്ഛനമ്മമാർ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ അവർക്കതൊരു പുച്ഛമാണ്. അതെൻ്റെ ഉമ്മയും ഉപ്പയുമല്ല, അത് എൻ്റെ അച്ഛനമ്മമാരല്ല. അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ ജാസ്മിൻ എന്ന പൊന്നുമോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. ജാസ്മിൻ ആ വീഡിയോയിൽ വീണ്ടും പറയുകയാണ്, അതായത് എൻ്റെ ഉപ്പയും ഉമ്മയും ആനിവേഴ്സറി പോലത്തെ ഒരു ഫംഗ്ഷനും നടത്താറില്ല, ആഘോഷിക്കാറില്ല. അവർക്ക് തന്നെ അറിയില്ല എപ്പോഴാണ് ആനിവേഴ്സറി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവർക്ക് കൊടുത്തൊരു സർപ്രൈസാണ്. നോക്കുക, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജാസ്മിനെ എത്ര ആൾക്കാരാണ് വിമർശിക്കുന്നത്? ജാസ്മിൻ ഗബ്രിയുടെ ഒപ്പം പോകുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, മറ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ജാസ്മിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ നല്ല മനസ്സാണ്. പക്ഷേ അവളൊരു മുസ്ലിം ആയതുകൊണ്ടും അവൾ മുസ്ലിം മതത്തെ ഫോളോ ചെയ്യുന്നില്ല
എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് അവൾക്ക് നിരന്തരമായിട്ട് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് അവരുടെ ഇഷ്ടമാണ്. അവളും അവരുടെ, അതായത് അവരുടെ മതത്തിൻ്റെ, അപ്പോൾ ആ മതപ്രകാരം, മുസ്ലിം മതപ്രകാരം അള്ളാഹുവാണ് എല്ലാം കാണുന്നവന്, അപ്പോൾ അത് അവർക്ക് വിടുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ നോക്കുക, ഞാൻ ഒരു വീഡിയോ കൂടി വെച്ച് തരാം. അതായത് ഈ ഒരു സർപ്രൈസ് കൊണ്ട് താങ്ങാനാവാത്ത അവളുടെ ഉമ്മ അവളെ കിസ്സടിക്കുകയാണ്. അത്രമേൽ നോക്കുക, ഞാൻ ഇത് കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. നമ്മളിങ്ങനൊന്നും കാണലില്ല, ഞാൻ ഉള്ളത് പോലെ പറയാം. അപ്പോൾ അവൾക്ക്, അവളുടെ ഉമ്മ അവൾക്ക് ഈ ഒരു സർപ്രൈസ് കണ്ട് ഞെട്ടി കിസ്സടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം, നോക്കുക നിങ്ങൾ. ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തിന് വെച്ച് തരുന്നു എന്നാൽ, നാളെ നിങ്ങളുടെ കയ്യിൽ 2 പൈസയാകുമ്പോൾ നിങ്ങളെ 4 ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തം ഉമ്മയെയും ഉപ്പയെയും സ്വന്തം അച്ഛനമ്മമാരെയും നമ്മൾ താങ്ങായി നിർത്തണം. കാരണം ചെറുതിൽ നമ്മൾ എത്ര വട്ടം മൂത്രമൊഴിക്കും, എന്തൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും, അതൊക്കെ സഹിച്ചുകൊണ്ട് നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മയെയും ഉപ്പയെയും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ജാസ്മിന് ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ താഴെ എന്ത് നെഗറ്റീവ് എന്നെ പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. കാരണം ജാസ്മിൻ ജാഫർ ചെയ്തത് നല്ല കാര്യം, ഞാൻ നല്ലതെന്ന് തന്നെ പറയാം. ഓക്കെ, അവളുടെ ഉമ്മയുടെ അടുത്ത് സ്വന്തം ഫ്രണ്ട്സ് പോലെ അവൾ സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ഇവിടെ സെലക്ട് തരാം. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി സംസാരിക്കാം. ഓക്കെ, പോവാന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല. ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറയാമോ, ഒരു വളയുടെ കണക്കുണ്ടായിരുന്നു കേട്ടോ, പണ്ടത്തെ. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഏതാ? അന്ന് എന്ന് ഒത്തിരി വർഷമായി മേടിച്ചു തരാന്നും പറഞ്ഞിട്ട് മേടിച്ചു തന്നില്ല. മേടിച്ചു തരാന്ന് പറയാൻ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു, ഞാൻ അന്ന് കൊച്ചായിരുന്നു. എനിക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഉമ്മച്ചിക്ക് ഒരു ഗ്യാരണ്ടിയുടെ വള വാങ്ങിക്കാൻ, അപ്പൊ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ എന്റെ എനിക്ക് സോഷ്യൽ മീഡിയയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതായത് നിരന്തരം ജാസ്മിനെതിരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, അതായത് കുറേ എല്ലാ വീഡിയോയിൽ നെഗറ്റീവ് പറയുന്നുണ്ട്. ജാസ്മിൻ്റെ ഉമ്മയും ഉപ്പയും എന്തുകൊണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഇത് മാത്രമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ആദില നൂറ. നോക്കുക, അവരുടെ മാതാപിതാക്കൾ അവരെ ഒഴിവാക്കിയതിന് ശേഷം ആദില നൂറ ഈ ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ആദില നൂറ ഒരു പെണ്ണും ജീവിക്കുന്നു. അപ്പോൾ അവരൊക്കെ നോക്കുക, മാതാപിതാക്കളുടെ പേര് എപ്പോഴെങ്കിലും അവരുടെ ലൈവിൽ ആരെങ്കിലും ചോദിച്ചാൽ തെറിയാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങൾ ആര് ചോദിക്കാൻ അവരെ എന്തൊക്കെ തെറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമ്പിളും ആ ഒരു കാര്യവും ജാസ്മിൻ്റെ ഈ കാര്യം നോക്കുക. ജാസ്മിൻ എന്തൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവളുടെ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജാസ്മിൻ എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ മറ്റേ ഗബ്രിക്കൊപ്പമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊരു ഫ്രണ്ടാണ്. നിങ്ങൾ എന്താണ് ഞാൻ പറയുന്നത്, മറ്റേതായി ചിന്തിക്കാതെ, അതായത് ബാഡായി ചിന്തിക്കാതെ നല്ല രീതിയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ്റെ ഉള്ളു നല്ലതാണ്. ഇനിയെങ്കിലും ജാസ്മിൻ, അതായത് അവളെ കുറേ കൂടുതലായിട്ടൊന്നും നെഗറ്റീവൊന്നും പറയാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ഇത്രയും വലിയൊരു സെലിബ്രിറ്റി സ്വന്തം ഉമ്മക്കും ഉപ്പക്കും ഇത്ര വലിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. നമ്മളാരും കാണാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിയത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.